കഥ തുടങ്ങുന്നത് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ്. അവിടുത്തെ റൂമിൽ വധുവായി ഒരുങ്ങിയിരിക്കുന്ന സിരി കല്യാണപ്പുടവയിൽ സ്വന്തം പ്രതിബിംബം കണ്ണാടിയിൽ കണ്ടപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് സിരിയുടെ രണ്ടാനമ്മയായ ജയമ്മ വേഗത്തിൽ വന്നത്. കല്യാണത്തിന് സമയമാകാറായിരുന്നു. കല്യാണാവസ്ഥത്തിൽ അതീവ സുന്ദരിയായി ഇരിക്കുന്ന സിരിയെ കണ്ട ജയമ്മ ഒന്ന് പരിഹാസത്തോടെ ചിരിച്ചു. പക്ഷെ സിരി വീണ്ടും കരയുന്നത് കണ്ടതും ജയമ്മയുടെ ആ ചിരി പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവൾ സിരിയുടെ അരികിൽ ചെന്ന് അവളുടെ ഇടത്തെ കവളിൽ ആഞ്ഞൊരടി കൊടുത്തു. കവളിൽ വിരൽപ്പാടുകൾ തെളിയുന്ന അത്രയും ആഞ്ഞായിരുന്നു ആ അടി. വേദന കൊണ്ട് സിരി അമ്മയെന്ന് നിലവിളിക്കാൻ പോയെങ്കിലും ജയമ്മ വിരൽ ചൂണ്ടി കണ്ണുരുട്ടി പേടിപ്പിച്ചതോടെ അവൾക്ക് മിണ്ടാൻ പോലും ആയില്ല. എന്തിനാടി ഇങ്ങനെ കിടന്നു കരയുന്നത്? നിന്നെ ആർക്കെങ്കിലും വിൽക്കാൻ കൊണ്ടുപോവുകയാണെന്നോ നിന്റെ വിചാരം? ഞാൻ നിന്നെ പ്രായമാവർക്കോ രണ്ടാം കെട്ടുകാർക്കോ ഒന്നുമല്ലല്ലോ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. വലിയ പണക്കാരിയായ സാവിത്രമ്മയുടെ ഏമകവനാണ് നിന്നെ കെട്ടാൻ പോകുന്നത്. അവൻ ഇത്തിരി ബുദ്ധിമാന്ദ്യമുള്ള ആളായിരിക്കാം. പക്ഷെ അത്രയും വലിയ തറവാട്ടിലെ മരുമകളാകാൻ വലിയ ഭാഗ്യം വേണം. അതൊന്നും നിന്റെ ഈ ജന്മത്തിൽ കിട്ടില്ല. പക്ഷെ ആരോടോ സാവിത്രമ്മയോട് പറഞ്ഞിട്ടുണ്ടത്രേ, മനോനില തെറ്റിയവർക്ക് കല്യാണം കഴിഞ്ഞാൽ ഭേദഭാഗമെന്ന്. അത് വിശ്വസിച്ച് നല്ലൊരു മരുമകളെ തേടി ഒരുപാട് സ്ഥലങ്ങളിൽ അവർ അലഞ്ഞു. ഒടുവിൽ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും നിന്റെ പേരാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ സ്വർണ്ണതുല്യമായ ആലോചന നിനക്ക് വന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കവളിലെ ആ അടിയുടെ പാട് പുറത്ത് കാണാക്കാതിരിക്കാൻ ജയമ്മ മേക്കപ്പ് ബ്രഷ് എടുത്ത് സിരിയുടെ മുഖത്ത് ഫൗണ്ടേഷൻ ഇട്ട് മറച്ചു. എന്നിട്ട് അവൾ തുടർന്നു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞു. ഇതിനുശേഷം എന്നെ കാണാൻ നിനക്ക് അത്ര എളുപ്പത്തിൽ അവസരം കിട്ടില്ല. നിന്നെ മരുമകളാകാൻ സാവിത്രിയമ്മ കാണിക്കുന്ന ആവേശവും അവർ തരുന്ന സ്ത്രീധനവും ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് പറക്കാൻ തോന്നുകയാണ് എന്ന് പറഞ്ഞ് ജയമ്മ ഉറക്കെ ചിരിച്ചു. അത് കണ്ട് സങ്കടം വന്ന് സിരി ഒരൊറ്റ ചോദ്യം ചോദിച്ചു, ഞാൻ നിങ്ങളുടെ സ്വന്തം മകൾ ആയിരുന്നെങ്കിൽ എനിക്ക് വിവാഹപ്രായം എത്തുമ്പോൾ പണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരാളെ കൊണ്ട് എന്നെ കെട്ടിക്കുമായിരുന്നു. അതിന് മറുപടി പറയാതെ ജയമ്മ പല്ലു കടിച്ചുകൊണ്ട് അവൾ അടുക്കാനായി കൈ ഓങ്ങി. പക്ഷെ അടിച്ചില്ല. അപ്പോഴേക്കും പുറത്തുനിന്ന് ആരോ ഓഫീസർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ജയമ്മ ഭാവം മാറ്റി സിരി ആശ്വസിപ്പിക്കുന്നത് പോലെ അഭിനയിച്ച് അവിടെയുള്ള കാര്യങ്ങൾ ഒതുക്കി തീർത്തു. രജിസ്റ്റർ ഓഫീസിലെ ഹാളിനുള്ളിൽ എത്തിയപ്പോൾ രജിസ്റ്റർ അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. സിരി തൻ്റെ അമ്മയായ ജയമ്മയുടെ അരികിൽ ഒരു ജീവനില്ലാത്ത പ്രതിമയെ പോലെ താഴേക്ക് നോക്കി നിൽക്കുകയാണ്. വല്ലാത്തൊരു നിസ്സഹായത അവൾക്ക് അനുഭവപ്പെട്ടു. സ്വന്തം ഹൃദയമിടിപ്പൊഴികെ മറ്റൊരാടെയും വാക്കുകൾ അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ചുറ്റും ആരൊക്കെയുണ്ട്, ആരാണ് കൂടെ നിൽക്കുന്നതിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാൻ പറ്റാത്തത്രയും അവൾ ഉള്ളിൽ തകർന്നു പോയിരുന്നു. തൻ്റെ ജീവിതം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മറ്റൊരാളുടേതാകാൻ പോവുകയാണല്ലോ എന്നോർത്ത് അവൾ നീറുകയായിരുന്നു. അപ്പോഴാണ് കുസൃതി ചിരിയോടെയുള്ള ഒരു ചിരി അവൾ കേട്ടത്. അവൾ തലച്ചിരിച്ച് തൻ്റെ വലതുവശത്തേക്ക് നോക്കി. ആദ്യമായാണ് അവൾ അയാളെ കാണുന്നത്. താൻ വിവാഹം കഴിക്കാൻ പോകുന്നവരൻ അർജുൻ. സിരി ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നുപോയി. അവൻ മറ്റാരെയും ശ്രദ്ധിക്കാതെ തൻ്റെ ഷർട്ടിൻ്റെ തുമ്പിൽ പിടിച്ച് കളിച്ച് ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സിരി മനസ്സിലോർത്തു, സത്യം ജയമ്മ പറഞ്ഞതുപോലെ തന്നെ അവൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. വലിയ ബ്രൗൺ കണ്ണുകൾ, ഏകദേശം 5 അടി 10 ഇഞ്ച് ഉയരം, സുമുഖനാണ്. പക്ഷേ ഇയാളാണോ എൻ്റെ കഴുത്തിൽ താലി കെട്ടി ഭർത്താവാകാൻ പോകുന്നത്? എൻ്റെ ജീവിതം ഇങ്ങനെയാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. രജിസ്റ്റർ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അർജുൻ അത് കേട്ടതേയില്ല. അവൻ തൻ്റെ വിരലുകൾ കൊണ്ട് എന്തോ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. രജിസ്ട്രാർ അവനൊട്ടും ഗൗനിച്ചില്ല. അപ്പോൾ സാവിത്രിയമ്മ അർജുൻ്റെ തോളിൽ കൈവച്ച് സ്നേഹത്തോടെ ഒന്ന് ആംഗ്യം കാണിച്ചു. ഉടനെ ആ വധുവിൻ്റെ വരൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചിരിച്ചുകൊണ്ട് എന്തോ കളിയുടെ ഭാഗമെന്നോണം പേനയെടുത്ത് ഒപ്പിട്ടു. അതിനുശേഷം ജയമ്മ സിരിയെ കണ്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തി. സിരിയും ഒപ്പിട്ടു. അർജുൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ സിരി വല്ലാതെ പരിഭ്രമിച്ചു പോകുന്നു. കണ്ണുകളടച്ച് തൻ്റെ ശ്വാസം നിയന്ത്രിക്കാൻ അവൾ പാടുപെടുകയായിരുന്നു. എന്നാൽ സിരിയെ അത്രയും അടുത്തുനിന്ന് കാണുന്നത് അർജുനെ സംബന്ധിച്ച് ആദ്യമായിരുന്നു. ഒരു വധുവിൻ്റെ വേഷത്തിൽ കണ്ണുകൾ ഇറുക്കി അടച്ച് വിറയലോടെ നിൽക്കുന്ന അവളെ കാണാൻ അർജുന് വലിയ ഭംഗി തോന്നി. അവളുടെ ഉള്ളിലെ പരിഭ്രമത്തിൻ്റെ കാരണം മാത്രം അവന് മനസ്സിലായില്ല. വിവാഹത്തിന് ശേഷം സിരി അർജുൻ്റെ മുറിയിൽ തനിച്ചായി. പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ച മുറിയാണെങ്കിലും അവിടെയുള്ള കബോർഡുകൾ വെച്ചിരിക്കുന്ന ചെറിയ കളിപ്പാട്ടങ്ങളും ഭിത്തിയിലെ പെയിൻറ്റിങ്ങുകളും കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. ഇതൊരു ദമ്പതികളുടെ മുറി എന്നതിലുപരി ഒരു കൊച്ചുകുട്ടിയുടെ മുറി പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ജയമ്മയുടെ വാക്കുകൾ ഓർത്ത് വിഷമിച്ചു നിന്നു. പെട്ടെന്ന് ആരോ അവളുടെ സാരിത്തുമ്പിൽ പതുക്കെ വലിക്കുന്നത് പോലെ തോന്നി. സിരി ഞെട്ടി പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ അർജുൻ നിൽക്കുന്നു. വളരെ നിഷ്കളങ്കമായി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചുണ്ടിപ്പിളർത്തി നാണത്തോടെ നിൽക്കുന്ന അവനെ കണ്ട് അവൾക്ക് ഭയമൊന്നും തോന്നിയില്ല. അർജുൻ ചെവിക്ക് പിന്നിൽ തലോടിക്കൊണ്ട് വളരെ പാവമായി, എനിക്ക് നിന്നോട് സംസാരിക്കാമോ? സംസാരിക്കാം. എൻ്റെ പേര് അർജുൻ.
ഇത് കേട്ട സിരിക്ക് ഉള്ളിൽ ചിരിയാണ് വന്നത്. ഇവനെന്താ എനിക്ക് പേര് പോലും അറിയില്ലെന്നാണോ കരുതുന്നത് എന്നവൾ സ്വയം ചിന്തിച്ചു. അപ്പോഴേക്കും അർജുൻ വീണ്ടും പറഞ്ഞു, ഓയ്, എൻ്റെ പേര് അർജുൻ. ഞാൻ വലിയ നല്ല കുട്ടിയാണ്. ഏകദേശം ഒരു 5 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നത് പോലെയാണ് അവനെ തോന്നിച്ചത്. ഓ, എനിക്കറിയാം. അമ്മായി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പാവമാണെന്ന്. പക്ഷെ കുറച്ച് നാണക്കാരനാണെന്നും പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അടുത്തൊന്നിനും ഇങ്ങനെ നാണിച്ചു നിൽക്കേണ്ട കാര്യമില്ല. പേടിയും വേണ്ട കേട്ടോ. അത് കേട്ടവൻ അവളുടെ സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും കണ്ണുകൾ ഉലർത്തി നോക്കി. സത്യമാണോ? ഞാൻ ശരിക്കും നല്ലവനാണെന്ന് അമ്മായി പറഞ്ഞു. ശരിക്കും? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കേട്ടതുപോലെ അവൻ ചോദിച്ചു. അതെ, നീ പാവമാണ് എന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ അമ്മായി ഇടയ്ക്കിടെ പറയാറുണ്ട്. ഓ, ശരിക്കും? എങ്കിൽ വാ, എൻ്റെ അടുത്ത് എത്ര കളിപ്പാട്ടങ്ങൾ ഉണ്ടെന്ന് കാണിച്ചു തരാം. നമുക്കൊരുമിച്ച് കളിക്കാം. അവനെ ഒന്ന് വിചിത്രമായി നോക്കി മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. എന്താ, എന്നെ കണ്ടിട്ട് കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇവനെന്താ എന്നെ കൊച്ചു കുട്ടിയാണെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ അരങ്ങത്ര മനസ്സിലാവുന്ന അറിവില്ലെന്ന് തിരിച്ചറിഞ്ഞു. അവൾ ഇങ്ങനെ മറുപടി നൽകി. ഇപ്പോഴല്ല, നമുക്ക് നാളെ കളിക്കാം. അത് കേട്ട് അവൻ ശരിക്കും അമ്പരന്ന് പോയി. നീ ശരിക്കും എൻ്റെ കൂടെ കളിക്കുമോ? സത്യമായി നീ വരുമോ? അവൻ 2 തവണ ആവർത്തി ചോദിച്ചു. അവൾ ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും പിന്നെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആരും എന്നോട് ഇത്ര വേഗത്തിൽ നമുക്ക് കളിക്കാം എന്ന് പറയാറില്ല. കാരണം ഞാൻ ഭയങ്കര വികൃതിയാണെന്ന് പറഞ്ഞ് എല്ലാവരും എപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അവൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു. അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. അത് എനിക്കും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബെഡിനടുത്തേക്ക് നടന്നു. ബെഡിൻ്റെ അരികിലിരുന്ന കാലുകൾ ആട്ടിക്കൊണ്ട് അവളെ നോക്കി കുസൃതിയോടെ ചിരിച്ചു. കൈകൊണ്ട് ബെഡിൽ തട്ടി രസകരമായി അവൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ശരി, ഞാൻ എന്നും ഇവിടെയാണ് ഉറങ്ങാറുള്ളത്. ഇതുവരെ എൻ്റെ ബെഡിൽ ഞാൻ ആരെയും ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇനി മുതൽ എൻ്റെ ബെഡ് മാത്രമല്ല, എല്ലാം നിന്നോട് ഷെയർ ചെയ്യണമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തിരുന്ന് ചോദിച്ചു. അമ്മ വേറെ എന്തൊക്കെയാണ് നിന്നോട് പറഞ്ഞത്? അത് കേട്ട് അവൻ ദീർഘശ്വാസം വിട്ടു. ഒരു ചെറിയ കുട്ടി സ്കൂളിൽ പദ്യം ചൊല്ലുന്നതിൻ്റെ മുമ്പ് തയ്യാറെടുക്കുന്ന പോലെ ഗൗരവത്തിൽ മുഖം വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നീ എൻ്റെ ഭാര്യയാണെന്നും നിനക്കെന്ത് വേണമെങ്കിലും ഞാൻ സഹായിക്കണമെന്നും എനിക്കെന്ത് വേണമെങ്കിലും ഇനി മുതൽ നീ മാത്രമേ ചെയ്യൂ എന്നും അമ്മ പറഞ്ഞു. നിന്നെ ഒരു രാജകുമാരിയെ പോലെ നോക്കണമെന്നും പറഞ്ഞു. പക്ഷെ അമ്മ അവസാനം പറഞ്ഞ ആ വാക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ അർജുൻ, നിനക്കത് ഇഷ്ടപ്പെടാത്തത്? നിന്നെ സംബന്ധിച്ചൊരു രാജകുമാരിയായി എന്നെ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ലെന്നാണോ? അവൾ ചോദിച്ചപ്പോൾ അവൾ അല്പം മടിച്ചു. പക്ഷെ ഉടനെ തന്നെ അവൻ അവളുടെ 2 കൈകളും ചേർത്ത് പിടിച്ചു. എന്തോ പറയാൻ വേണ്ടിയായിരുന്നത്. പക്ഷെ അവൻ്റെ ആ സ്പർശനം അവളൊരു വിറയലുണ്ടാക്കി. അവനൊരു യഥാർത്ഥ പുരുഷനാണെന്ന് അവൾക്ക് അപ്പോൾ തോന്നിപ്പോയി. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ്റെ ആ നിഷ്കളങ്കമായ നോട്ടം കണ്ടപ്പോൾ അവളുടെ മനസ്സ് ശാന്തമായി. നീ ഒരു രാജകുമാരിയല്ല, അതിനു മുകളിലാണ് ഒരു മഹാറാണിയേക്കാൾ വലിയവൾ. കാണാൻ ശരിക്കും ഒരു മാലാഖയെ പോലെയുണ്ട് നീ. അവൻ തൻ്റെ കൈകൾ വിടർത്തി ആവശ്യത്തോടെ എന്തോ കാണിച്ചു. ഒടുവിൽ അവൻ്റെ ഉദ്ദേശം മനസ്സിലായപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശരി, ഇനി നമുക്ക് ഉറങ്ങാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അവൻ ചോദിച്ചു. അപ്പോഴേക്കും എങ്ങനെ ഉറങ്ങും? നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ലല്ലോ. അത് കേട്ട് അവൾ കണ്ണുകൾ വിടർത്തി പരിഭ്രമത്തോടെ അവനെ നോക്കി. അവളുടെ ഉള്ളിൽ ആകെ പേടിയായി. അവൾ ചിന്തിച്ചു, ഇയാൾക്ക് ഇതെല്ലാം അറിയാമോ? ജയമ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത്ര ഗൗരവമായി എടുത്തില്ല. ഇയാൾക്ക് മാനസികമായി അല്പം പ്രശ്നമുള്ളതല്ലേ, പിന്നെ എങ്ങനെ ഇതൊക്കെ അറിയും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ക്രൂരമ ഇയാളുടെ മനസ്സ് പോലും ചിത്തിയാക്കിയോ? അവൾ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത് കണ്ട് അവൻ തലേന്ന് ചിരിച്ചുകൊണ്ട് കൊച്ചു കുട്ടിയെ പോലെ ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ പേടിയെല്ലാം ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞുപോയി. നീ പേടിച്ചല്ലേ? സത്യം പറ, നീ ശരിക്കും പേടിച്ചു പോയി? എന്നെപ്പോലെ തന്നെ. അവൻ്റെ സംസാരവും ചിരിയും കണ്ട് അവൾക്ക് ഒന്നും മനസ്സിലാവാതെയായി. അവൾ പരിഭ്രമിച്ച് കട്ടിൽ നിന്നും എഴുന്നേറ്റു. അവൻ തന്നെ പിടിച്ചു തിന്നാൻ വരികയാണോ എന്നായിരുന്നു അവളുടെ പേടി. പക്ഷെ അവൻ അവളുടെ കൈകളിൽ പിടിച്ച് കട്ടിലേക്ക് തന്നെ വലിച്ചു. പെട്ടെന്നുള്ള വലിയിൽ അവൾ പേടിച്ച് കണ്ണുകൾ മുറുക്കിയടച്ചു തൻ്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ശ്വാസമടക്കി കിടന്നു. അവൻ അവളുടെ നെറ്റിയിൽ വളരെ മൃദുവായി ഒരു ഉമ്മ നൽകിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നീ പോയി കിടന്നുറങ്ങിക്കോ. അത് കേട്ടവൾ ഒന്നും മനസ്സിലാവാതെ ശൂന്യമായ കണ്ണുകളോട് അവനെ തന്നെ നോക്കി നിന്നു. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളിൽ നിന്നും അല്പം മാറി ഒരു തലയിണയും കെട്ടിപ്പിടിച്ചു ഒരു കൊച്ചുകുട്ടിയെ പോലെ കിടന്നുറങ്ങി. അപ്പോഴാണ് അവൾക്ക് ആശ്വാസം തോന്നിയത്. അവൻ്റെ മനസ്സിൽ ഒരു ഉമ്മ കൊടുത്ത് കിടന്നുറങ്ങുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ ചിരി പുറത്ത് കാണിക്കാതെ അവളും മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അടുത്ത ദിവസം പിറ്റേന്ന് രാവിലെ സിരി ഉണർന്നപ്പോൾ കാണുന്നത്
കഴുത്തിൽ ഒരു വെള്ള ടവലുമിട്ട് കട്ടിൽ ഇരുന്ന് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അർജുനെയാണ്. അവൾ കൈകൾ മടക്കി തിരുമ്മിക്കൊണ്ട് മെല്ലെ എഴുന്നേറ്റിരുന്നു. ഗുഡ് മോർണിംഗ് സിരി. അവൾ മറുപടി നൽകി. ഗുഡ് മോർണിംഗ് അർജുൻ. അവൻ തൻ്റെ ടവലിൽ മുറുക്കി പിടിച്ചത് അവളെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് കുളിക്കാനുള്ള സമയമാണ്. നടക്ക്, വന്ന് എന്നെ ഒന്ന് കുളിപ്പിച്ചേ. അത് കേട്ട് അന്തം വിട്ടുപോയവൾ അറിയാതെ ശരിയെന്ന് സമ്മതിച്ചു പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായപ്പോൾ അവൾ ഞെട്ടിപ്പോയി. എന്ത്, ഞാൻ നിന്നെ കുളിപ്പിക്കണമെന്നോ എന്ന് ചോദിച്ച് അവൾ വാ പൊളിച്ചു നിന്ന് പോയി. കുസൃതിയും തമാശവും നാണവും അമ്പരപ്പും കൊണ്ട് അവൾ നിൽക്കുന്നു കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെന്നാ, നീ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ കാര്യങ്ങളൊക്കെ നീ വേണമെന്നോ എന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? നീയും ഇന്നലെ രാത്രി സമ്മതിച്ചതല്ലേ? എനിക്ക് തനിയെ കുളിക്കാൻ അറിയില്ല, നീ വന്ന് എന്നെ കുളിപ്പിച്ചു തരണം. അന്ന് കൊഞ്ചിക്കൊണ്ട് അവൻ വാശി പിടിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ സിരി പതറി നിൽക്കുന്നത് കണ്ടപ്പോൾ അർജുൻ പൊട്ടിച്ചിരിച്ചു. അവൾക്ക് വീണ്ടും കൺഫ്യൂഷനായി. അവൻ എന്തിനാണ് ഇപ്പോൾ ചിരിക്കുന്നത്? നിന്റെ മുഖം കാണാൻ എന്ത് രസമാണെന്നോ. നിന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ പാവമല്ലേ സിരി? എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തനിയെ ചെയ്യാനറിയാം. എനിക്കാരുടെയും സഹായം വേണ്ട. ഞാൻ വെറുതെ ഒരു തമാശ ഒപ്പിച്ചതാ. ഇതും പറഞ്ഞ് അവൻ പാട്ടും പാടി നൃത്തം ചെയ്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി. അവൻ പോയ വഴിയെ നോക്കി തലയിൽ കൈവച്ച് അവൾ സ്വയം പറഞ്ഞു, ഈ അർജുൻ ഒരു കില്ലാടി തന്നെ. ഇവൻ്റെ കുസൃതികൾ കണ്ട് എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരുമോ എന്ന് പേടിയാ. അവൾ ഉള്ളാലെ ചിരിച്ചു. അവർ വിവാഹിതരായിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഇനി കുറഞ്ഞ കാലയളവിൽ അവൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ വന്നു. അവൻ്റെ ഓരോ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും കുസൃതികളും കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി തുടങ്ങി. എങ്കിലും ഇടയ്ക്കൊക്കെ അവൾക്കൊരു സംശയം വരും. ചിലപ്പോൾ അവൻ പെരുമാറുന്നൊരു കൊച്ചുകുട്ടിയെ പോലെയല്ല, മറിച്ച് 28 വയസ്സുള്ള പക്വതയുള്ള ഒരാളെ പോലെയല്ല എന്ന്. സാവിത്രിയമ്മ, മോളെ ശരി, നീട്ട് തരുന്ന ഈ കാപ്പിയുടെ രുചി. ഏത് നല്ല നേരത്താണോ നീ എനിക്കത് ആദ്യമായിട്ട് തന്നത്. ഇപ്പോൾ നീയില്ലാതെ മറ്റാര് കാപ്പി തന്നാലും എനിക്ക് തൃപ്തിയാവില്ല. അത്രക്ക് അഡിക്റ്റായി പോയി ഞാനിത്. അപ്പോഴാണ് അർജുൻ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് അങ്ങോട്ട് വരുന്നത്. അവൻ വന്ന് ഭാര്യയുടെ അടുത്തിരുന്നു. ഇത്രയധികം വിയർക്കുന്നത് വരെ നിങ്ങൾ എന്തിനെങ്ങനെ കളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ തൻ്റെ ചാരിത്തുമ്പ് കൊണ്ട് വിയർപ്പ് തുടച്ചു കൊടുത്തു. ഇത് കണ്ട സാവിത്രിയമ്മക്ക് വല്ലാത്ത സന്തോഷം തോന്നി. തൻ്റെ മകനെ സിരി എത്ര നന്നായിട്ടാണ് നോക്കുന്നതെന്ന് കണ്ട് അവൾ ഉള്ളാലെ ചിരിച്ചു. അർജുൻ, ഈയിടെയായി നിന്റെ കറക്കം കുറച്ച് കൂടുതലാണല്ലോ. എപ്പോഴും കൂട്ടുകാരുടെ കൂടെ പുറത്താണല്ലോ നീ. കുസൃതിയും അല്പം കൂടുന്നുണ്ട്. അമ്മേ, സത്യം പറഞ്ഞാൽ എനിക്ക് സിരിയുടെ കൂടെ പുറത്തു പോകണമെന്നുണ്ട്. പക്ഷെ അവൾക്ക് എപ്പോഴും എന്തെങ്കിലും പണിയുണ്ടാകും. അവൾക്ക് എന്നോട് ദേഷ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരുടെ കൂടെ പോകുന്നത്. ഒരു പരാതി പറയുന്ന കുട്ടിയെപ്പോലെ അവൻ അമ്മമ്മയോട് പറഞ്ഞു. അമ്മേ, നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. എനിക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അർജുൻ അതിന് സമ്മതിക്കുന്നില്ല. പോകേണ്ട എന്നാണ് എന്നോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ പുറത്തേക്ക് പോരാതിരുന്നത്, സിരി പറഞ്ഞു. സിരി പറഞ്ഞത് കേട്ട് സാവിത്രിയമ്മ അർജുനൊന്ന് തുറച്ചു നോക്കി. എനിക്ക് സിരി എവിടെ പോകുന്നതും ഒട്ടും ഇഷ്ടമല്ല. അവളെ പിരിഞ്ഞൊരു നിമിഷം പോലും ഇരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പോകേണ്ട എന്ന് പറയുന്നത്. നല്ല സ്വഭാവമാണ് എനിക്ക് തോന്നുന്നില്ല. അവൾ സിരിക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അമ്മയിലെ പറഞ്ഞത് സിരിയെ നന്നായി നോക്കിക്കൊള്ളണമെന്ന്. ഞാനത് തന്നെയാണ് ചെയ്യുന്നത്. സിരി എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അവൾ എങ്ങോട്ടും പോകുന്നില്ല, അർജുൻ തർക്കിച്ചു. അത് കേട്ട് സാവിത്രിയമ്മക്ക് മറത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ സിരി മാത്രം അർജുന് വളരെ നിരുകാരിതനെയായി നോക്കി നിന്ന് പോയി. അവൻ്റെ സംസാരം അത്രയും ഉത്തരവാദിത്തമുള്ള ഒരു ഭർത്താവിനെ പോലെ ഉണ്ടായിരുന്നു. അർജുൻ പറഞ്ഞത് മനസ്സിലാക്കി അവൾ ശരിയാണെന്ന രീതിയിൽ അവനെ നോക്കിയിരുന്നു. ഒന്ന് കണ്ണു ചിമ്മി. ശരി, നീ പുറത്തു പോകണം എന്ന് പറഞ്ഞിരുന്നല്ലോ. പോയി ഫ്രഷായി വാ, നമുക്ക് സിനിമയ്ക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് പാർക്കിലും പോവാം. സാവിത്രിയമ്മ പറഞ്ഞത് കേട്ടതും അർജുൻ ആവേശത്തോടെ എഴുന്നേറ്റു. ശരിയെന്ന് പറഞ്ഞ് ഉടനെ റൂമിലേക്ക് പോയി. അവൾ അവനെ എല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സ്വന്തം അമ്മ നൽകുന്നതിനേക്കാൾ വലിയൊരു കരുതലും സ്നേഹമാണ് പ്രവൃത്തികളിലൂടെ അവൾ അവനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം സിരിയും അർജുനും പതിവ് പോലെ പാർക്കിലേക്ക് പോയി. അവിടെ കുറച്ചു നേരം സന്തോഷമായി സമയം ചെലവഴിച്ച ശേഷം തനിക്ക് ബീച്ച് കാണണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനെയും കൂട്ടി ബീച്ചിലേക്ക് പോയി. കുറേ നേരം അവിടെ കളിച്ച് നടന്നപ്പോൾ അവൾക്ക് ആകെ തളർച്ച തോന്നി. അവൾ മണൽപ്പിരപ്പിൽ പോയിരുന്നു. അർജുനും അവളുടെ അടുത്ത് പോയി ഇരുന്നു. നിലാവെളിച്ചത്തിൽ അവൾ കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് ആലോചനകൾ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അർജുൻ കണ്ണു ചുമ്മാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൻ്റെ നോട്ടം ശ്രദ്ധിച്ച് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. അവൻ നോക്കുന്നത് വെറുമൊരു നോട്ടമല്ലെന്നും അതിൽ ആഴത്തിലുള്ള സ്നേഹവും വാത്സല്യവും ഉണ്ടെന്ന് അവൾക്ക് തോന്നി. എങ്കിലും അവൻ ഇപ്പോഴും കൊച്ചുകുട്ടിയല്ലേ, ഇവന് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് കരുതി അവൾ തലയാട്ടി ആ ചിന്ത മാറ്റാൻ ശ്രമിച്ചു. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവൾ ചോദിച്ചു. ഒന്നുമില്ല.
ഞാൻ വെറുതെ നോക്കിയതാ. അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു. നീ എങ്ങനെ നോക്കിയാലും എനിക്കും തോന്നുന്നത് നീ സ്നേഹത്തോടെ നോക്കുകയാണെന്നാ. അത് കേട്ട് അവനൊരു പുഞ്ചിരിയോടെ, ഇതൊരു നല്ല കാര്യമാണല്ലോ, പിന്നെന്തിനാ നീ ഇത്ര സങ്കടത്തോടെ പറയുന്നത്? ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുകയാണ്. ഈ ലോകത്ത് നീ മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊരു അനുഭവം ആദ്യമായി നൽകിയത്. അതുകൊണ്ടാവും എനിക്ക് ഇത്രയും വിഷമം തോന്നിയത്. ഒരു പക്ഷേ ഞാൻ ഉള്ളിൽ അത്രയധികം വേദനിക്കുന്നുണ്ടാകാം. അത് കേട്ടപ്പോൾ അർജുൻ്റെ ഉള്ളിൽ വലിയൊരു സങ്കടം തോന്നി. അവനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൻ ഒന്നു മാത്രം ചോദിച്ചു, നിനക്ക് ജയമ്മയെ അറിയാമല്ലോ അല്ലേ? അവൾ നിസ്സയായൊരു പുഞ്ചിരിയോടെ സങ്കടത്തിൽ മറുപടി പറഞ്ഞു. അവർ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന അന്ന് മുതൽ, അതായത് എൻ്റെ അമ്മ മരിച്ച അന്ന് തൊട്ട്, അവർ എന്നെ ഓരോ ദിവസം വേദനിപ്പിക്കുകയായിരുന്നു. എല്ലാ കാര്യത്തിനും എന്നെ തല്ലുമായിരുന്നു, ചീത്ത വിളിക്കുമായിരുന്നു. പണത്തിന് വേണ്ടി അവർ എന്നെ ആരെങ്കിലുമൊക്കെ വിലക്കുന്നത് പോലും ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ അവർ അങ്ങനെ ചെയ്തില്ല. പകരം നിനക്ക് എന്നെ വിവാഹം കഴിച്ചു തന്നു. എൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായത് നീ വന്നതുകൊണ്ട് മാത്രമാണ്. ഇരുട്ട് നിറഞ്ഞ എൻ്റെ ജീവിതത്തെ നിന്റെ സ്നേഹവും കുസൃതികളും കൊണ്ടാണ് നീ ഇത്ര നിറമുള്ളതാക്കി മാറ്റിയത്. നിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും സന്തോഷവതിയാണ്. അത് കേട്ടപ്പോൾ അർജുൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ആ നിമിഷം അവളോട് എന്തോ ഒന്നുകൂടി പറയാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പറയാൻ അവന് കഴിഞ്ഞില്ല. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ കണ്ണു ചിമ്മിക്കൊണ്ട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവൻ അത്രയും അടുത്ത് ചെന്ന് ചോദിച്ചു, നീ എത്ര സുന്ദരിയാണെന്ന് വേറെ ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അവൻ പുകഴ്ത്താൻ പോവുകയാണെന്ന് കരുതി. അവൾ പറഞ്ഞു, ഇല്ല. പിന്നെ ആരെങ്കിലും പറയുമോ നീ സുന്ദരിയല്ലല്ലോ? അവൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ അത്ര സുന്ദരിയൊന്നുമല്ലല്ലോ എന്ന് അർജുൻ ചിരിച്ചുകൊണ്ട് കളിയാക്കിയപ്പോൾ ശരിക്ക് ദേഷ്യം വന്നു. അവൾ പല്ല് കടിച്ചു പിടിച്ച് സാരത്തും അരയിൽ തിരുകി അവനെ തല്ലാനായി ദേഷ്യത്തോടെ നോക്കി. അവൾ തന്നെ ശരിക്കും തല്ലാൻ വരികയാണെന്ന് മനസ്സിലാക്കി അർജുൻ അവിടെ നിന്ന് ഓടി. അർജുൻ, അവിടെ നിൽക്ക്, ഇന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് വേറെ മറി എന്ന് പറഞ്ഞ് സിരി അവൻ്റെ പുറകെ ഓടി. അവർ അങ്ങനെ ഓടിക്കളിക്കുന്നതിനിടയിൽ സിരി അവനെ പിടിക്കാനായി ചിരിച്ചുകൊണ്ട് പുറകെ ഓടുമ്പോൾ പെട്ടെന്ന് 6 അടി പൊക്കമുള്ള ഒരാൾ വന്ന് ബോധപൂർവം അവളെ ഇടിച്ചു. ബാലൻസ് തെറ്റി സിരി താഴെ വീഴാൻ പോയതും അർജുൻ ഓടി വന്ന് അവളെ താങ്ങിപ്പിടിച്ചു. സിരി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അർജുൻ ചോദിച്ചു കൊണ്ടിരിക്കെ ഇടയിൽ വന്ന ആ അപരിചിതൻ സംസാരിക്കാൻ തുടങ്ങി. ഹലോ മാഡം, മനോനില തെറ്റി ഈ ഭർത്താവിനെ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ സുഖമായി ജീവിക്കും? എന്നെപ്പോലൊരുത്തനെ നിങ്ങൾക്ക് നോക്കിക്കൂടെ എന്ന് അയാൾ വളരെ മോശമായ രീതിയിൽ ചോദിച്ചു. കഴിഞ്ഞ 10 മിനിറ്റായി അയാൾ അവളെ നിരീക്ഷിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാൾക്ക് അവളുടെ ഭർത്താവിൻ്റെ അവസ്ഥ മനസ്സിലായത്. സിരി അയാൾ അറപ്പോഴും ദേഷ്യത്തോടെ നോക്കി. കണ്ണുകൊണ്ട് തന്നെ അയാളെ വെട്ടിനുറുക്കും എന്ന ഭാവമായിരുന്നു അവൾക്ക്. അവൾ അർജുൻ്റെ കൈ പിടിച്ച് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയെങ്കിലും ആ മനുഷ്യന് വിട്ടില്ല. അയാൾ വീണ്ടും പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം. അയാളുടെ വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അയാൾ ബോധരഹിതനായി അവളുടെ കാൽക്കൽ വീണു. ഒരു നിമിഷം അവിടെ എന്താണ് നടന്നത് ശരിക്കും മനസ്സിലായില്ല. എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ അവൾക്ക് കുറച്ച് സെക്കൻഡുകൾ വേണ്ടി വന്നു. നടന്നതായിരുന്നു. അർജുൻ ആ വ്യക്തിയുടെ കരണക്കുറ്റി നോക്കി ആഞ്ഞൊന്ന് പൊട്ടിച്ചു. ആ ഒറ്റയടിയിൽ 6 അടി പൊക്കമുള്ള മനുഷ്യൻ ബോധം പോയി അവളുടെ കാൽക്കൽ വീണു. സിരിയുടെ മുഖം അത്ഭുതം കൊണ്ട് മിന്നിമറഞ്ഞു. താൻ കാണുന്നത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് അവൾക്ക് സംശയമായി. അർജുൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തിരുന്നു. അവൻ്റെ കൈകളിൽ ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് തടച്ചു വീർക്കുന്നുണ്ടായിരുന്നു. അവൻ പല്ലു കടിച്ചു പിടിച്ച് ആ മനുഷ്യനെ രൂക്ഷമായി നോക്കി നിന്നു. സിരി തൻ്റെ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ അർജുനെ കണ്ടിരുന്നില്ല. എന്തെങ്കിലും ആപത്ത് വരുമെന്നോ വന്നാൽ തന്നെ അവൻ രക്ഷിക്കുമെന്നോ അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. തനിക്ക് സംരക്ഷണം അവൻ കൂടെ ഉണ്ടാക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. തൻ്റെ ഭർത്താവായ അർജുനെ ജീവിതകാലം മുഴുവൻ കണ്ണിമ ചിമ്മാതെ കാത്തു സൂക്ഷിക്കണമെന്നും അതുമാത്രമാണ് തൻ്റെ ജീവിതമെന്നുമാണ് അവൾ എപ്പോഴും വിശ്വസിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. ബോധമില്ലാതെ വീണ് കിടക്കുന്ന ആളെ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ കലിയടങ്ങുന്നുണ്ടായിരുന്നില്ല. നിന്റെ ഈ മുഖത്തിന് എൻ്റെ ഭാര്യയെ തന്നെ വേണോടാ? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഒരു വാക്ക് മിണ്ടി നോക്ക്. നിന്നെ ഇവിടെ തന്നെ കുഴിച്ചു മൂടി ഞാൻ. അർജുൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷെ ഒന്ന് കണ്ണുമായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളെ കണ്ടതും അവൻ്റെ ഉള്ളിലെ ദേഷ്യം പാടെ അലിഞ്ഞു പോയി. പകരം ഒരു തരം പേടിയെ അവിടെ പിടികൂടി. കാരണം അവൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ യഥാർത്ഥ സ്വരൂപം ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അവളുടെ നോട്ടം നേരിടാൻ കഴിഞ്ഞില്ല. ഒരു വഞ്ചകനെ നോക്കുന്നത് പോലെയാണ് അവൾ അവനെ നോക്കുന്നത്. കണ്ണുനീർത്തുള്ളികൾ ഉതിർന്നു വീഴുമ്പോൾ അവൾ ദയനീയമായി ചോദിച്ചു, അപ്പോൾ ഇത്രയും കാലം നീ അഭിനയിക്കുകയായിരുന്നല്ലേ? എന്നെ വഞ്ചിക്കുകയായിരുന്നു. നിനക്കിതൊക്കെ വലിയ കാര്യമായിരിക്കും. പക്ഷെ നിന്റെ ഈ കുസൃതികളും സംസാരവും എല്ലാം വെറും കപടമായിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. നീ ഒരു വഞ്ചകനാണ് അർജുൻ. കണ്ണീർ അടക്കിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. സിരി നിലക്ക്, അർജുൻ വിളിച്ചു. അവൾ നിൽക്കാതെ മുന്നോട്ട് പോയി.
സിരി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവൻ വല്ലാതെ പരിഭ്രമിച്ചു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ച് നിൽക്കുകയാണ് അവൻ. പെട്ടെന്ന് ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ദയവ് ചെയ്ത് ദേഷ്യപ്പെടാതെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവനോട് കൈ പിടിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ നീ ഒരു വഞ്ചകനാണെന്ന സത്യം തറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഭയന്നു പോയി. അവളുടെ ഭാവത്തിന് മുന്നിൽ പഴയതുപോലെ അടുപ്പത്തോടെ സംസാരിക്കാൻ അവന് ധൈര്യം വന്നില്ല. പേടിയോടെ അവൻ അവളുടെ കൈ വിട്ടു. അവൾ നടന്നു നീങ്ങുമ്പോൾ അവൻ പതുക്കെ പറഞ്ഞു, ശരിയാണ്, ഞാൻ അഭിനയിക്കുകയായിരുന്നു. എൻ്റെ ഭാഗത്താണ് തെറ്റ്. എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇത്രയും നാൾക്കിടയിൽ എപ്പോഴെങ്കിലും ഞാൻ നിന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിഭ്രമം ആണെന്ന് നടിച്ച് നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മോശമായി സ്പർശിച്ചിട്ടുണ്ടോ? അവൻ ചോദിച്ചു. അത് കേട്ട് അവൾ അമ്പരന്ന് പോയി. അവൻ അവളുടെ അരികിൽ ചെന്ന് കണ്ണുകളിലേക്ക് നോക്കി സത്യസന്ധമായി പറഞ്ഞു, ഞാൻ വീണ്ടും നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഐ ആം റിയലി സോറി. കല്യാണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. ഞാൻ പുറത്തായിരുന്ന സമയത്ത് അപകടത്തിൽ എനിക്ക് തലക്ക് പരിക്കേറ്റെന്നും അതുകൊണ്ട് മാനസികമായി തെറ്റിയെന്നും നാട്ടിലുള്ള അമ്മയെ വിളിച്ച് എൻ്റെ സുഹൃത്തിനെ കൊണ്ട് പറയിപ്പിച്ചു. അങ്ങനെ ചെയ്താൽ എൻ്റെ അമ്മ പെണ്ണു കാണാൻ നിർത്തുമെന്ന് ഞാൻ കരുതി. പക്ഷെ അമ്മ പിന്മാറിയില്ല. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. ആരോ പറഞ്ഞത് കേട്ട് എൻ്റെ കല്യാണം നടത്താൻ തന്നെ ഉറപ്പിച്ചു. ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ അഭിനയിച്ചാൽ എൻ്റെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോയിക്കോളുമെന്നാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് നേരെ വിപരീതമാണ് സംഭവിച്ചത്. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് താലി കെട്ടുന്ന സമയത്ത് നിന്റെ മുഖത്ത് വലിയൊരു വിഷമവും നിന്റെ കവിളി വിരൽപ്പാടുകളും എനിക്ക് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് നിന്നോടത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അഭിനയിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ തൻ്റെ സുഹൃത്തിനെ വെച്ച് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചു. നിന്നെക്കുറിച്ചും നിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്നും നിന്നെ ആരാണ് ഉപദ്രവിച്ചെന്നും അറിഞ്ഞ ദിവസമുണ്ടല്ലോ. സത്യത്തിൽ എനിക്ക് അവളെ നേരിട്ട് ഉപദ്രവിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ സാവിത്രി എന്നെ പഠിപ്പിച്ചത് മറ്റൊരു സ്ത്രീയുടെ മേൽ കൈ ഉയർത്താനല്ല, അവരെ ബഹുമാനിക്കാനാണ്. പക്ഷേ നിന്റെ രണ്ടാനമ്മ ജയമ ബഹുമാനം അർഹിക്കുന്നവളല്ല. അവളൊരു സ്ത്രീ പോലുമല്ല. അതുകൊണ്ടാണ് ഞാൻ 2 പെണ്ണുങ്ങൾക്ക് പണം നൽകി അവളെ തല്ലിച്ചത്. ഞാൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകി, ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാലോ, ഈ ഒരു തവണ കൂടി എൻ്റെ ഭാര്യയെ നനച്ചാൽ നിന്റെ മരണം അത്ര ഭയാനകമായിരിക്കുമെന്ന്. അതിനുശേഷം നിന്റെ അമ്മ നിന്നോട് സംസാരിക്കാൻ പോലും ഭയന്നു. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ എപ്പോഴാണ് ഒരു കൊച്ചുകുട്ടിയെ പോലെ നിന്നോട് അഭിനയിച്ചു തുടങ്ങിയത്, അപ്പോൾ നീ ചെറിയ രീതിയിൽ പുഞ്ചിരിക്കാൻ തുടങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ കുസൃതികൾ നിനക്ക് സന്തോഷം നൽകുന്നുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അഭിനയം ഒന്നുകൂടി കൂട്ടി. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിന്റെ സാരത്തുമ്പിൽ തോന്നി നിന്റെ പിന്നാലെ നടന്നു. പലതവണ സത്യം നിന്നോട് വെളിപ്പെടുത്തണമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ എനിക്ക് ധൈര്യം വന്നില്ല. എന്നോട് ക്ഷമിക്കൂ ശരി. കാര്യങ്ങൾ എൻ്റെ കൈവിട്ടു പോയി. നല്ലൊരു സമയം നോക്കി നിന്നോട് എല്ലാം തുറന്ന് പറയണമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. പക്ഷെ അപ്പോഴാണ് ആ ദുഷ്ടൻ വന്നു. അതെനിക്ക് സഹിക്കാനായില്ല. മറ്റേതൊരു കാര്യത്തിലും അതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ പ്ലീസ് ഫോർഗീവ് മീ. ഐ ആം റിയലി സോറി. അവൻ നിർത്താതെ ക്ഷമ ചോദിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ അവളുടെ ചുണ്ടിൽ തിളക്കമാർന്നൊരു പുഞ്ചിരി വിടർന്നു. പക്ഷെ പെട്ടെന്ന് പയറുകാറും ഓർമ്മ വന്നതും അവളുടെ മുഖഭാവം മാറി. കണ്ണുകളെ ദേഷ്യം നിറച്ചതിനെ രൂക്ഷമായി നോക്കിയിട്ട് അവൾ ചോദിച്ചു, അന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ നീ പറഞ്ഞുണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ അവൻ നാക്ക് പിടിച്ചപ്പോൾ തലേന്ന് വെട്ടിച്ചു. അല്ല എന്ന് പറയാൻ നോക്കിയെങ്കിലും അവളുടെ മുന്നിൽ ഇനി അഭിനയം നടക്കില്ലെന്ന് അവന് മനസ്സിലായി. അവസാനം സത്യം സമ്മതിക്കേണ്ടി വന്നു. പിറ്റേ ദിവസം നീ എന്താ പറഞ്ഞത്? നിന്നെ കുളിപ്പിക്കണം എന്നല്ലേ? എൻ്റെ ദൈവം, എന്നെ അന്ന് പേടിപ്പിക്കാൻ. അവൾ പഴയ കാര്യങ്ങൾ ഓരോന്നായി നിരത്തിക്കൊണ്ട് അവൻ്റെ അടുത്ത് നിന്നു. അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവനെ ചെവിക്ക് പിടിച്ച് നല്ലോണം തിരുമ്മിക്കൊടുത്തു. ഓ എൻ്റെ ദൈവമേ, എന്ത് പെർഫോമൻസ് ആയിരുന്നു എൻ്റേത്. നീ വെറുപേര് നടനില്ല, നടൻ ചക്രവർത്തി തന്നെയാണ്. ഇത്രയും വലിയ നടൻ ഇവിടെയുള്ള കാര്യം അറിയാതെയാണല്ലോ അവിടെ എവിടെയുള്ളവർ ഓസ്കർ അവാർഡ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞവൾ ചെവി വീണ്ടും തിരിച്ചു. വേദന കൊണ്ട് പൊളിയുന്നതിനിടയിൽ അവൻ പതുക്കെ പറഞ്ഞു, അയ്യോ വിടുസേ, നീ എൻ്റെ ഭാര്യയല്ലേ. നിന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. കുറച്ചൊക്കെയല്ലേ ഞാൻ അഭിനയിച്ചുള്ളൂ. പ്ലീസ് വിട്, എനിക്ക് വേദനിക്കുന്നു. അവൻ എത്ര കെഞ്ചിയിട്ടും അവൾ വിട്ടില്ല. ഗൗരവഭാവത്തിൽ അവൾ തുടർന്നു, ഞാൻ നിന്നെ വിടില്ല. അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഞാൻ നിന്നോട് സ്നേഹത്തോടെ ചോദിക്കുകയല്ലേ, വിടില്ലേ? വിടില്ല. പോരാത്തതിന് ഇതിനെന്താ എന്ന് ചോദിച്ചു തീരും മുമ്പേ അവൻ അവളുടെ പുറകിലൂടെ കൈ ചുറ്റി മുറുകെ പിടിച്ചു. അവനെ തൊട്ടുരുമി നിൽക്കുന്ന രീതിയിൽ അവൻ അവളെ അടുത്തേക്ക് വലിച്ചു ചേർത്തു. അതോടെ അവളുടെ കണ്ണുകൾ വിടർന്നു. ശരീരം ആകെ കോരിത്തിരിച്ചു. അവളുടെ നെഞ്ചിരിപ്പ് വേഗത്തിലായി. അവൻ തൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവളെ ഒരു ടെൻഷൻ തുടങ്ങിയിരുന്നു. പക്ഷെ അതൊരിക്കലും അവൾക്ക് സാധാരണ ഉണ്ടാകാറുള്ള ടെൻഷൻ ആയിരുന്നില്ല. അതറിഞ്ഞതുപോലെ അവൻ അവളെ നെറ്റിയിൽ ചുംബിച്ചു.
നാണത്തോടെ തൻ്റെ മുഖം മറച്ചുകൊണ്ട് അവനിൽ നിന്നും മാറാൻ നിന്നു. ഉടൻ തന്നെ അവൻ രണ്ടു കൈകളും കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടിൽ അവൻ അമർത്തി ചുംബിച്ചു. അവളുടെ ചുണ്ടിൽ അവൻ ചുണ്ടുകൾ കോർത്തു. അവളും സമ്മതമെന്നോണം അവൻ്റെ പ്രണയത്തിൽ ലയിച്ചു. പരിസരം പോലും മറന്നവൻ അവരുടെ സ്നേഹം പരസ്പരം കൈമാറി. ഇവിടം മുതൽ അവർ അവരുടെ യഥാർത്ഥ ജീവിതം ആരംഭിച്ചു.